ആലഞ്ചേരി കുരുത്തക്കേട് കാണിച്ചോ? കർദിനാൾ ആലഞ്ചേരി പിതാവ് കുരുത്തക്കേട് കാണിച്ചുവെന്നാണ് മോൺസിഞ്ഞോർ ആന്റണി നരികുളച്ചം ആരോപിക്കുന്നത്. ആ ആരോപണം സത്യമാണോ? നരികുളച്ചൻ നുണ പറയാണോ, അതോ അർദ്ധസത്യം പറയാണോ, അതോ അസത്യം പറയാണോ? എന്താണ്? ഇതാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ എന്ന പേരിൽ മോൺസിഞ്ഞോർ നരികുളം എഴുതിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ ഒരു പ്രൊമോ ആയിട്ട് ഏകം മീഡിയയിൽ പല വീഡിയോസ് ഉണ്ട്. അതിൽ പാർട്ട് 4 നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. ആ പാർട്ട് 4 അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ പാർട്ട് 4 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നരികുളച്ചൻ്റെ പ്രസ്താവനയിൽ ഓരോ പ്രസ്താവനയിലും ഒരു വിഷപ്പല്ല് നിഗൂഢമായി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോന്നിനും നമ്മൾ മറുപടി പറയണം. അതുകൊണ്ട് ഇന്നലത്തെ പോലെ ഒരല്പം വീഡിയോ നീണ്ടുപോയാലും നിങ്ങളിത് മിസ്സാക്കരുത് എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. സുറിയാനി കൽതായ കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭ, അതിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ നരികുളച്ചൻ പറയുന്ന കാര്യം ഏകം മീഡിയയിൽ നിങ്ങൾ കേൾക്കുക. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, മറുപടി കൊടുക്കാൻ വേണ്ടി ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കേട്ടാലും കുഴപ്പമില്ല. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കേട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നരികുളച്ചൻ്റെ തുടക്കത്തിലുള്ള ഭാഗം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, അതിൻ്റെ അവസാനം പറയാം. ഞാൻ ഏകം മീഡിയയിൽ വന്ന പാർട്ട് 4 രണ്ടാം ഭാഗമാണ് പറയുന്നത്. ഏതാണ്ട് ഒരു പകുതി വെച്ചിട്ടുള്ള ഭാഗം. നരികുളച്ചൻ്റെ വാക്കുകൾ ഞാൻ ആദ്യം വായിക്കുകയാണ്. അദ്ദേഹം ഏകം മീഡിയയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെ തന്നെ ഞാൻ വായിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം. അത് ഏകം മീഡിയയിൽ കിടപ്പുണ്ട്, ഇന്നലെ അവർ അപ്ലോഡ് ചെയ്തത്. നരികുളച്ചൻ പറയുന്നു, സത്യം നമ്മൾ അറിയണം. ഈ സിനഡിൽ 1999 തൊട്ട് 2021 വരെ നടന്ന കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒരു കൊച്ചു ഉദാഹരണം മാത്രം ഞാനൊരു സൂചനയായി നൽകാം. 2021 ഓഗസ്റ്റ് മാസത്തിലാണ് സീറോ മലബാർ സഭയിൽ ഈ 50-50 ഫോർമുല സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുമെന്ന് പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ആലഞ്ചേരി തന്നെയാണ് ഈ പ്രസ്താവന നടത്തിയത്. ആ സിനഡിൽ അന്തിമ തീരുമാനം നടത്തിയത് ആ സിനഡിൽ, ഏത് സിനഡിൽ എനിക്ക് മനസ്സിലായില്ല, അത് അദ്ദേഹം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാകും. അന്തിമ തീരുമാനം റോമിൽ നിന്ന് പുസ്തകം അംഗീകരിച്ച് വന്നതിന് ശേഷം നമുക്ക് നടപ്പിലാക്കാമെന്നും ആലഞ്ചേരി പിതാവ് പറഞ്ഞു. അങ്ങനെ റോമിൽ നിന്ന് അംഗീകരിച്ച പുസ്തകം വരുന്നത് 2 മാസം മുൻപ്, എന്ന് പറഞ്ഞാൽ ജൂൺ 9. ഇതെല്ലാം നരികുളച്ചൻ്റെ വാക്കുകളാണ്. തീരുമാനം എടുക്കേണ്ടത് ഓഗസ്റ്റിലെ സിനഡിൽ, അതായത് ഇനി 2 മാസം മുൻപ് ജൂൺ 9 വന്ന അംഗീകാരം ആരും അറിയുന്നില്ല. മൗണ്ട് സെൻറ് തോമസ് മാത്രമേ അറിയുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഓഗസ്റ്റിലെ സിനഡിന് കാത്തിരിക്കുമ്പോഴാണ് ജൂലൈ 3 മാർപ്പാപ്പയുടെ ആദ്യത്തെ കത്ത് വരുന്നത്. റോം അംഗീകരിക്കുന്നു. സിനഡ് തീരുമാനമെടുക്കാനായി കാത്തിരിക്കുന്നു, അന്തിമ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്നു. അപ്പോഴേക്കും മാർപ്പാപ്പ പറയാണ്, നിങ്ങളുടെ സിനഡിൻ്റെ തീരുമാനം അനുസരിച്ച് ആ 50-50 നടപ്പിലാക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അതെങ്ങനെയാണ്? നരികുളച്ചൻ ചോദിക്കുക, അതെങ്ങനെയാണ് തീരുമാനം എടുക്കുന്നതിന് മുൻപ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നത്? അങ്ങനെ വലിയൊരു കുരുത്തക്കേട് അവിടെ വരുന്നുണ്ട്. ഈ കുരുത്തക്കേട് എന്ന് പറഞ്ഞത് ആലഞ്ചേരി പിതാവ് ചെയ്തെന്നുള്ള മട്ടിലാണ് നരികുളച്ചൻ സൂചിപ്പിക്കുന്നത്. ആ വാക്കോടെ പറയുന്നില്ലെങ്കിലും അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആലഞ്ചേരി പിതാവിൻ്റെ പേര്. എന്നിട്ട് എന്താ സംഭവിച്ചു? ഓഗസ്റ്റിലെ സിനഡിൽ വന്നപ്പോൾ ആലഞ്ചേരി പിതാവ് പറഞ്ഞു, ഇനി നാം ചർച്ച ചെയ്യാൻ പാടില്ല. മാർപ്പാപ്പയുടെ തിരുവെഴുത്ത് വന്നിരിക്കുകയാണ്. ഇനി അത് ചർച്ച ചെയ്താൽ നാം മാർപ്പാപ്പയോട് വിധേയത്വക്കുറവുള്ള ഒരു സഭയായിരിക്കുമെന്ന് അറിയപ്പെടും. അതിനാൽ മാർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിച്ച് ഇതങ്ങ് നടപ്പിലാക്കിയാൽ മതി. 99 തീരുമാനം നടപ്പിലാക്കിയാൽ മതി. ആലോചിച്ച് നോക്കൂ, 20 വത്സരങ്ങൾക്ക് മുമ്പ് മറ്റ് മെത്രാന്മാർ, ഏതൊക്കെയോ മെത്രാന്മാർ എടുത്ത തീരുമാനം, അതിനെപ്പറ്റി അറിയാത്ത അല്ലെങ്കിൽ കേട്ടിട്ട് മാത്രമുള്ള മെത്രാന്മാർ, ഇതിൽ യാതൊരു പങ്കുമില്ലാത്ത മെത്രാന്മാർ ഒരുമിച്ച് പഴയൊരു തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുക, ചർച്ച ചെയ്യാതെ. ആലോചിച്ച് നോക്കണം, ഒരു ഓൺലൈൻ സിനഡിൽ തീരുമാനിക്കുക. 99 പാളിപ്പോയ ഒരു തീരുമാനം, നടപ്പിലാക്കാൻ സാധിക്കാതെ പോയ തീരുമാനം 20 വർഷങ്ങൾക്ക് ശേഷം മാർപ്പാപ്പയുടെ കത്തിൻ്റെ വെളിച്ചത്തിൽ ചർച്ച കൂടാതെ ഓൺലൈൻ സിനഡിൽ വെച്ച് പാസ്സാക്കിയെടുക്കുക. അങ്ങനെയുള്ള സത്യങ്ങൾ 1, 2 അനേകം സത്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ്. ഈ പ്രസ്താവനയിൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞ പ്രസ്താവനയിൽ ധാരാളം വസ്തുതാപരമായ തെറ്റുകളുണ്ട്. അർദ്ധസത്യങ്ങളുണ്ട്.
അതിശയോക്തികളുണ്ട്. പിന്നെ ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയുണ്ട്. കല്ല് വെച്ച നുണയുണ്ട്. പിന്നെ ന്യായമായ അധികാരങ്ങളെ അംഗീകരിക്കാനുള്ള വിമുഖതയുണ്ട്. ഏറ്റവും കൂടുതലായി നിഗൂഢമായ തിന്മയോട് കൂട്ടുകൂടുന്ന ഒരു അജണ്ടയുണ്ട്. ഇത് ഞാൻ വെറുതെ ആരോപിക്കുന്നല്ല, കൃത്യം ഞാൻ തെളിവുകൾ സഹിതം ഹാജരാക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. ചെറുതായിട്ട് എല്ലാം ഒന്ന് ചൂണ്ടിക്കാട്ടാം. 1, 2021 ഓഗസ്റ്റ് മാസത്തിലാണ് സീറോ മലബാർ സഭയിൽ ഈ 50 ഫോർമുല സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുമെന്ന് പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ആലഞ്ചേരി തന്നെയാണ് ഈ പ്രസ്താവന നടത്തിയത്. ഈ സിനഡിൽ അന്തിമ തീരുമാനം റോമിൽ നിന്ന് പുസ്തകം അംഗീകരിച്ച് വന്നതിന് ശേഷം നമുക്ക് നടപ്പിലാക്കാം. ഈ നരികുളച്ചൻ്റെ ഈ പ്രസ്താവന, ഇത് നരികുളച്ചൻ്റെ പ്രസ്താവനയാണ്. ഇത് നമ്മൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയാൽ, അന്തിമ തീരുമാനം റോമിൽ നിന്ന് പുസ്തകം അംഗീകരിച്ച് വന്നതിന് ശേഷം നമുക്ക് നടപ്പിലാക്കാം. ഇത് നരികുളച്ചൻ പറഞ്ഞതാണ് അല്ലേ? അതായത് ആലഞ്ചേരി പിതാവ് പറഞ്ഞു എന്നവർ നരികുളച്ചൻ പറഞ്ഞത്. അന്തിമ തീരുമാനം റോമിൽ നിന്ന് പുസ്തകം അംഗീകരിച്ച് വന്നതിന് ശേഷം നമുക്ക് നടപ്പിലാക്കാം. അങ്ങനെയല്ലേ വേണ്ടത്? അന്തിമ തീരുമാനം റോമിൽ നിന്ന് പുസ്തകം അംഗീകരിച്ച് വന്നതിന് ശേഷമാണ് നടപ്പാക്കേണ്ടത്. പക്ഷെ റോമിലേക്ക് ടെക്സ്റ്റ് അയച്ചത് അതിന് മുമ്പല്ലേ? ഈ 2021 ഓഗസ്റ്റ് മാസം സിനഡിൽ അല്ലല്ലോ ടെക്സ്റ്റ് അയച്ചത്. ടെക്സ്റ്റ് അയച്ചിട്ടുണ്ട്. പുസ്തകം അംഗീകരിച്ച് വന്നതിന് ശേഷം നമുക്ക് നടപ്പാക്കുന്നതിനെ കുറിച്ച് അന്തിമ തീരുമാനം എടുക്കാമെന്ന് ആലഞ്ചേരി പിതാവ് പറഞ്ഞു എന്ന് നരികുളച്ചൻ പറയണേ. അങ്ങനെയല്ലേ വേണ്ടത്? പുസ്തകം റോമിൽ അംഗീകരിച്ച് വരാതെ നടപ്പാക്കാനായിട്ട് തീരുമാനിക്കാൻ സിനഡിന് പറ്റുമായിരുന്നോ? ഈ തക്സയുടെ അംഗീകാരം റോമിൽ നിന്ന് അംഗീകരിച്ച് വരാതെ അത് നടപ്പിലാക്കാൻ തീരുമാനിക്കാൻ മെത്രാൻ സിനഡിന് പറ്റുമായിരുന്നോ? പക്ഷേ റോമായിൽ ടെക്സ്റ്റ് അയച്ചത്, ഈ തക്സ അയച്ചത് 2021 സിനഡിൽ തീരുമാനിച്ചിട്ടാകാം എന്ന് ആലഞ്ചേരി പിതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. ആലഞ്ചേരി പിതാവ് പറഞ്ഞത് റോമിൽ തക്സ അംഗീകരിച്ച് വന്നതിന് ശേഷം അന്തിമ തീരുമാനം നടപ്പാക്കാം. റോമിൽ തക്സ സമർപ്പിച്ചിട്ടുണ്ട്. അതിന് അംഗീകാരം വന്നതിന് ശേഷം അതിനകത്ത് എന്താണ് തെറ്റ്? എന്താണ് അതിൽ തെറ്റ്? ഇനി വീണ്ടും നരികുളച്ചൻ്റെ വാക്കുകളിലേക്ക്. അങ്ങനെ റോമിൽ നിന്ന് അംഗീകരിച്ച പുസ്തകം വരുന്നത് 2 മാസം മുമ്പ് എന്ന് പറഞ്ഞാൽ ജൂൺ 9-ന്, അതായത് 2021 ജൂൺ 9-ന്. ഈ മോൺസിൻ നരികുളത്തിൻ്റെ ഈ വാക്കുകൾ വീണ്ടും നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. റോമിൽ നിന്ന് അംഗീകരിച്ച പുസ്തകം വന്നു. അംഗീകരിച്ച കുർബാന തക്സ എന്ന് ചൊല്ലുമ്പോൾ കുർബാന ചൊല്ലുന്ന ആ പുസ്തകം, അച്ഛന്മാർ ഉപയോഗിക്കുന്ന പുസ്തകം, അതിനകത്ത് എപ്പോൾ കുമ്പിടണം, എങ്ങനെ കുമ്പിടണം, എപ്പോൾ കൈ ഉയർത്തണം, എത്ര ഉയർത്തണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ള ആ തക്സ അതാണ് റോമിൽ അംഗീകരിച്ച് വന്നു. അതായത് 2021 ജൂൺ 9-ന് 2020 ജൂൺ 9-ന് ഇദ്ദേഹം പറയാണ്, ആര്? നരികുളച്ചൻ പറയാണ്, റോമിൽ നിന്ന് തക്സയ്ക്ക് അംഗീകാരം കിട്ടി. റോമിൽ നിന്ന് അംഗീകരിച്ച പുസ്തകം വന്നു 2021 ജൂണിൽ. നിങ്ങളുടെ കയ്യിൽ ഉള്ള തക്സ, നിങ്ങളുടെ കയ്യിലുള്ള തക്സ, അല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന കുർബാന തക്സ, അച്ഛന്മാരെ കുർബാന ഉപയോഗിക്കുന്ന പുസ്തകം ഉണ്ടല്ലോ, അതിൻ്റെ പേജ് 5 എടുക്കുക. പേജ് 5. ഈ റോമിൽ നിന്നുള്ള അംഗീകാരം അവിടെ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ്, പക്ഷെ എഴുതിയിട്ടുണ്ട്. അതിന് താഴെ സാന്ദ്രി പിതാവ് പൗരത്വ തിരുസംഘത്തിൻ്റെ കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഒപ്പുവെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുർബാന ചൊല്ലുന്ന തക്സയിൽ പ്രിന്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഏത് കോടതി പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. അപ്പോൾ 2021 ജൂൺ 9-ാം തീയതി ഈ റോമിൽ നിന്ന് പുസ്തകം അംഗീകരിച്ചു വന്നുവെന്ന് നരികുളച്ചൻ പറയുന്നു. ആ അംഗീകാരം അങ്ങനെ തന്നെ നമ്മുടെ തക്സിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഏത് കാനൻ ലോയുടെ കാനൻ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇതൊക്കെ നൽകിയിരിക്കുന്ന കാനൻ നമ്പറും അവിടെ എഴുതിയിട്ടുണ്ട്. കാനൻ നിയമത്തിൽ നമ്പർ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം നരികുളം അച്ഛനോട് എൻ്റെ ചോദ്യം ഇതാണ്, ഈ തക്സ റോമായിൽ സമർപ്പിച്ചത് മെത്രാന്മാർ ചർച്ച ചെയ്യാതെയാണോ? മെത്രാന്മാരുടെ തീരുമാനമില്ലാതെയാണോ ഈ തക്സ റോമിൽ സമർപ്പിച്ചത്? തക്സ അംഗീകരിച്ച് തീരുമാനം വന്നത് 2021 ജൂൺ 9-ന്. അത് നരികുളച്ചൻ സമ്മതിക്കുന്നുണ്ട്. ഈ തക്സ റോമിൽ സമർപ്പിച്ചത് മെത്രാന്മാർ ചർച്ച ചെയ്യാതെയാണോ? മെത്രാന്മാരുടെ അംഗീകാരം തീരുമാനമില്ലാതെയാണോ? മെത്രാന്മാർ പലതവണ ചർച്ച ചെയ്തുവെന്നും തീരുമാനമെടുത്തുവെന്നും ലിറ്റർജി കമ്മീഷന്റെ ചെയർമാനായ തോമസ് ഇളവനാൽ പിതാവ് മെത്രാന്മാരുടെ സിനഡിൽ ഒരു അംഗം,
ഉള്ളിലൊരു വ്യക്തിയാണ് മെത്രാന്മാർ സിനഡിൽ അംഗം. ലിറ്റർജിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി രേഖാമൂലം നമ്മെ അറിയിച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം. നിങ്ങളുടെ കയ്യിലുള്ള തക്സയിൽ അത് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ആ ചെറിയ പുസ്തകമല്ല, ഈ അച്ഛന്മാർ ഉപയോഗിക്കുന്ന പുസ്തകം. ചിലപ്പോൾ ചെറിയ പുസ്തകത്തിലും കാണും, ഞാൻ ചെറിയ പുസ്തകം കണ്ടിട്ടില്ല. അപ്പോൾ കുർബാന തക്സയിൽ, നിങ്ങളുടെ പള്ളിയിൽ ഉപയോഗിക്കുന്ന കുർബാന തക്സയിൽ, പള്ളി പോകുമ്പോൾ ചോദിക്കുക, അച്ഛാ കുർബാന തക്സ എന്ന് തന്നേൻ, എന്നിട്ട് അതിന് 8ാമത്തെ പേജ് ഒന്ന് എടുക്കുക, 2ാമത്തെ പാരഗ്രാഫ് തൊട്ട് വായിക്കുക. ഇനി കുർബാന തക്സ ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കുകയാണ്. അതായത് ലിറ്റർജി കമ്മീഷന്റെ ചെയർമാൻ, അതായത് ഈ ലിറ്റർജിയെ സംബന്ധിച്ച് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി മെത്രാൻ, ഇളവനാൽ പിതാവ് മെത്രാനച്ചൻ, അത് രേഖാമൂലം എഴുതി അതിന് ചരിത്രം മുഴുവൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ആ ചരിത്രത്തിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം. അതായത് ഈ തക്സ മെത്രാന്മാർ അനേക പ്രാവശ്യം ചർച്ച ചെയ്ത്, അനേക പ്രാവശ്യം തിരുത്തലുകൾ വരുത്തി റോമിൽ സമർപ്പിച്ചു. റോമിൽ അംഗീകാരം കിട്ടിയതാണ് 2021 ജൂൺ 9 ഞാൻ അതുകൊണ്ട് തക്സ എല്ലാവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. നിങ്ങളുടെ തക്സയിലുള്ള ഒരു പാരഗ്രാഫ് ഞാനൊന്ന് വായിക്കുകയാണ്. വിശുദ്ധ കുർബാന ഏകീകൃത രൂപത്തിൽ അർപ്പിക്കാനുള്ള 1999 സീറോ മലബാർ സിനഡിന്റെ തീരുമാനം ഇപ്രകാരമായിരുന്നു. ഇളവനാൽ പിതാവ് എഴുതുകയാണ് മെത്രാനച്ചൻ. വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ അനാഫറ വരെയുള്ള ഭാഗം ജനാഭിമുഖമായും, അനാഫറ മുതൽ വിശുദ്ധ കുർബാന സ്വീകരണം ഉൾപ്പെടെയുള്ള ഭാഗം അൾത്താര അഭിമുഖമായും, വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള ഭാഗം ജനാഭിമുഖമായും നടത്തേണ്ടതാണ്. അത് 7ാമത്തെ സിനഡ് 1999 നവംബർ 14 മുതൽ 20 വരെയുള്ള സിനഡൽ ന്യൂസിൽ നോക്കിയാൽ നരികളച്ചിന് കിട്ടും. ഈ തീരുമാനത്തിന് 1999 ഡിസംബർ 17 ചില നിർദ്ദേശങ്ങളോടുകൂടെ പൗരത്വ തിരുസംഘത്തിന് അംഗീകാരം ലഭിക്കുകയും ഇത് 2000 ജൂലൈ 3 നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ശരിക്ക്. എല്ലാ രൂപത്തിലും ഈ തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്ന് 2009 ഓഗസ്റ്റിൽ സിനഡ് ഓർമ്മിപ്പിച്ചു. അതായത് 2000 ജൂലൈയിൽ ഇത് തീരുമാനം നടപ്പാക്കിയെങ്കിലും എറണാകുളം, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ അങ്ങനെയുള്ള ചില രൂപതകളിൽ നടപ്പാക്കിയില്ല. അവിടുത്തെ മെത്രാന്മാരുടെ ചങ്കൂറ്റക്കുറവ് തന്നെ, അല്ലെങ്കിൽ ബോധ്യക്കുറവ്, അല്ലെങ്കിൽ തീരുമാനം നടപ്പാക്കാനുള്ള വിമുഖത, അത് അവരോട് ചോദിക്കണം എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ഏതായാലും എറണാകുളം, അങ്കമാലി, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ രൂപതകളിലൊന്നും നടപ്പാക്കിയില്ല, മറ്റു രൂപതകൾ നടപ്പാക്കി. അതുകൊണ്ട് ഈ 2000 തീരുമാനം നടപ്പാക്കണമെന്ന് 2009 ഓഗസ്റ്റിൽ സിനഡ് ഓർമ്മിപ്പിച്ചു. 2013 ഓഗസ്റ്റ് മാസത്തിൽ സിനഡ് വിശുദ്ധ കുർബാന നവീകരണമായി മുന്നോട്ട് പോകാൻ ലിറ്റർജി കമ്മീഷനോട് നിർദ്ദേശിച്ചു. 2014 ജനുവരിയിൽ സിനഡ് എല്ലാ മെത്രാന്മാരോടും നവീകരണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ലിറ്റർജി കമ്മീഷൻ അറിയിക്കാൻ ആവശ്യപ്പെട്ടു. ലഭിച്ച നിർദ്ദേശങ്ങളെല്ലാം ലിറ്റർജി കമ്മീഷൻ ക്രോഡീകരിച്ച് 2015 ഓഗസ്റ്റിൽ സിനഡിൽ അവതരിപ്പിച്ചു. കുർബാന തക്സയുടെ നവീകരണം സംബന്ധിച്ച് എല്ലാ രൂപതകളിലെയും വൈദികരുടെ പ്രതിനിധികളും സന്യസ്ത പ്രതിനിധികളും ദൈവശാസ്ത്ര ആരാധനക്രമ പണ്ഡിതരും ഉൾക്കൊള്ളുന്ന സീറോ മലബാർ സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റി ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. 2010 ആ സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മീഷനിൽ നരികുളച്ചൻ മെമ്പറായിരുന്നു, ഓർക്കണം. 2017 ജനുവരിയിൽ സിനഡ് ആവശ്യപ്പെട്ടതനുസരിച്ച് സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റി വീണ്ടും ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ സമാഹരിച്ചു. ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ ഒരു ഡ്രാഫ്റ്റ് കരട് രൂപം 2017 ഓഗസ്റ്റിൽ സിനഡിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഈ മെത്രാന്മാരൊന്നും അവിടെ ജീവനോട് ഉണ്ടായിരുന്നില്ലേ? നരികുളച്ചൻ പറഞ്ഞത് 99 സിനഡിലെ തീരുമാനം മെത്രാന്മാർ അറിയാതെ ഏതോ മെത്രാന്മാർ തീരുമാനിച്ചത്, എവിടെയോ തീരുമാനിച്ചത് ആരും അറിയാതെ നടപ്പാക്കിയെടുത്തു. എന്തൊരു കല്ലുവെച്ച നുണയാണത്! ഇതെല്ലാം രേഖാമൂലം ഉള്ള സംഗതികളല്ലേ പറയുന്നത്. ഞാൻ രേഖകൾ പരിശോധിച്ചിട്ടാണ് എന്ന് പറയുന്നു നരികുളച്ചൻ. അത് നുണയല്ലേ? രേഖകൾ ഇങ്ങനെയാണ് പറയുന്നത്. സിനഡിൽ ലഭിച്ച നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ മെത്രാന്മാരുടെ സ്പെഷ്യൽ കമ്മിറ്റി ഡ്രാഫ്റ്റിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി. ഇങ്ങനെ നവീകരിച്ച ഡ്രാഫ്റ്റ് 2019 ജനുവരി സിനഡിൽ പഠനവിധേയമാക്കി മെത്രാന്മാര് 2019 ജനുവരി സിനഡിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി സ്പെഷ്യൽ കമ്മിറ്റി ഡ്രാഫ്റ്റിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തി. വീണ്ടും എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവ നൽകാനായി ഈ ഡ്രാഫ്റ്റ് എല്ലാ മെത്രാന്മാർക്കും അയച്ചു കൊടുത്തു. 2019 ലഭിച്ച നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ മെത്രാന്മാരുടെ സ്പെഷ്യൽ കമ്മിറ്റി ആവശ്യമായ തിരുത്തലുകൾ ഡ്രാഫ്റ്റ് വരുത്തുകയുണ്ടായി.
ഇതുവരെയുള്ള പഠനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും വെളിച്ചത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയ ഡ്രാഫ്റ്റ് 2020 ജനുവരിയിലെ സിനഡിൽ അവതരിപ്പിച്ചു. 2020 ജനുവരിയിലെ സിനഡിൽ അവതരിപ്പിച്ചു. സിനഡ് ചില ഭേദഗതികളോടെ ഡ്രാഫ്റ്റ് അംഗീകരിക്കുകയും പരിശുദ്ധ സിംഹാസനത്തിനുള്ള അംഗീകാരത്തിനായി കുർബാന തക്സ അയക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. വീണ്ടും മെത്രാമര സ്പെഷ്യൽ കമ്മിറ്റി മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി അധ്യക്ഷതയിൽ കൂടി കുർബാന തക്സ അന്തിമമായി പരിശോധിച്ചു. അതിനുശേഷം 2020 ജൂലൈ 10 പരിശുദ്ധ സിംഹാസനത്തിന് അംഗീകാരത്തിനായി കുർബാന തക്സ മേജർ ആർച്ച് ബിഷപ്പ് അയച്ചു കൊടുത്തു. ഇതിന് മറുപടിയായി പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കോൺഗ്രിഗേഷൻ കുർബാന തക്സ അംഗീകരിച്ച് കൽപ്പന പുറപ്പെടുവിച്ചു. അതാണ് നരികുളച്ചൻ പറഞ്ഞത് 2021 ജൂൺ 9 ഈ തക്സ കുർബാന പുസ്തകം അംഗീകരിച്ച റോമിൽ നിന്ന് അംഗീകാരം കിട്ടിയെന്ന്. ഇത്രയും ചർച്ചകൾ നടന്നിട്ടാണ് നരികുളച്ചൻ പറയുന്നത് ഏതോ മെത്രാമാര് എവിടെയോ കേട്ടുകേൾവിയുള്ള ഒരു തീരുമാനം, 99 തീരുമാനം ഇപ്പോഴത്തെ മെത്രാമാർ ആരും അറിയാതെ അങ്ങ് ഒപ്പിച്ചെടുത്തുവെന്ന്. അതെന്തൊരു നുണയാ, കല്ല് വെച്ച നുണയാ. നമ്മളിപ്പോൾ വായിച്ചു കേട്ടതിൻ്റെ രത്നം ചുരുക്കം എന്താണ്? 1999 സിനഡിൽ തീരുമാനം. എന്തുകൊണ്ട് 99 തീരുമാനം എടുത്തത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടി പറയാം. 2009, 2013, 2014, 15, 17 2 പ്രാവശ്യം, 19, 20 ജനുവരി, 2020 ജൂലൈ, 2021 ജൂണിൽ അംഗീകാരം. എത്ര പ്രാവശ്യമാണ് മെത്രാന്മാരുടെ സിനഡിൽ ഇത് ചർച്ച ചെയ്തിരിക്കുന്നത്? 99 തീരുമാനം, 2009 വീണ്ടും, 2013, 2014, 2015, 2017, 2019, 2020 ജനുവരി, 2020 ജൂലൈ, 2021 ജൂണിൽ 9 അംഗീകാരം. ഇത്രയും സ്ഥലത്ത് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണ് ഈ നരികുളച്ചൻ പറയുന്നത്. അതായത് ഈ റോമിൽ നിന്ന് അംഗീകരിച്ച പുസ്തകം വരുന്നത് 2 മാസം മുമ്പ്, അതായത് ജൂൺ 9 ഓഗസ്റ്റ് മാസത്തിൽ തീരുമാനം എടുക്കാനിരിക്കുകയായിരുന്നു 2021. അതിനു മുമ്പ് എങ്ങനെയാണ് റോമിൽ നിന്ന് അംഗീകാരം വരിക? അതിനു മുമ്പ് എങ്ങനെയാണ് ജൂലൈ മാസത്തിൽ മാർപ്പാപ്പയുടെ കത്ത് വരിക എന്ന് ചോദിക്കുന്നത്. 2021 ഓഗസ്റ്റിൽ തീരുമാനം എടുക്കാൻ ഇരിക്കുമ്പോൾ എങ്ങനെ അതിന് 2 മാസം മുമ്പ് ഇത് അംഗീകരിച്ചു വന്നു? എങ്ങനെ മാർപ്പാപ്പ കത്തെഴുതുന്നതാണ്? എന്തെന്നാലും ഉത്തരം പറയുക. ഇത്രയും ചർച്ചകൾ ചെയ്തപ്പോൾ ഈ കമ്മിറ്റികളൊക്കെ വർക്ക് ചെയ്ത നരികുളച്ചൻ ഉണ്ടായിരുന്നില്ലേ? ഈ മെത്രാന്മാരെല്ലാം ഇത്രമാത്രം ചർച്ച ചെയ്യുന്ന കാര്യം അവിടെ എഴുതിയിട്ടില്ലേ? ഈ ഇത്രയും മെത്രാന്മാരെ മുഴുവൻ ഇല്ലേ സംശയത്തിൻ്റെ മുന്നിൽ നിർത്തുക ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് ഇരുന്ന ഒരാൾക്ക് ചേരുന്നതാണോ? അതും അവരെ സംശയത്തിൻ്റെ മുന്നിൽ നിർത്താൻ നുണകൾ സത്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഒരു മര്യാദ പോലും ഇല്ലല്ലോ. സാധാരണ മര്യാദ പോലും നരികുളച്ചൻ കാണിച്ചിട്ടില്ലല്ലോ. ഇനി വീണ്ടും നരികുളച്ചൻ്റെ വാക്കുകൾ. തീരുമാനമെടുക്കേണ്ടത് ഓഗസ്റ്റ് സിനഡിൽ, അതായത് ഇനി 2 മാസം. അതിനു മുമ്പ് ഈ ജൂൺ 9 വന്ന അംഗീകാരം ആരും അറിയുന്നില്ല. മൗണ്ട് തോമസ് മാത്രമേ അറിയുന്നുള്ളൂ. അതൊരു മൊനവെച്ച സംസാരമാണ്. ആരും അറിയുന്നില്ല. നിഗൂഢമായി ഒളിച്ചുണ്ടാക്കിയെന്നാ പറയണേ. നരികുളച്ചന് സാമാന്യ ബോധത്തിന്റെ കുറവുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. റോമായിലെ തീരുമാനങ്ങൾ ഞങ്ങളാരും അറിയുന്നില്ലെന്ന് ഇതിൽ ദുരൂഹത ആരോപിക്കുന്നത് നീതിയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? കേരളത്തെ സംബന്ധിക്കുന്ന കാര്യം പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയല്ലേ അറിയിക്കുക, അല്ലാതെ വഴിയിലിരിക്കുന്ന ഭിക്ഷക്കാരനെയാണോ? റോമായുടെ തീരുമാനം നേരെ നരികുളച്ചനെയാണ് അറിയിക്കുക, അല്ലെങ്കിൽ മുണ്ടാടനെയാണ് അറിയിക്കുക, അല്ലെങ്കിൽ ഓരോ ഇടവ വികാരിയാണ് അറിയിക്കുക. മൗണ്ട് തോമസിലെ ആലഞ്ചേരി പിതാവിനെ തന്നെയല്ലേ അറിയിക്കേണ്ടിയിരുന്നത്? അങ്ങനെ അതല്ലേ അതിൻ്റെ നടപടിക്രമം, അതല്ലേ എൻ്റെ പ്രോട്ടോകോള്. മൗണ്ട് തോമസ് മാത്രമേ അറിയുന്നുള്ളൂ, ഞങ്ങളാരും അറിയുന്നില്ലെന്ന്. മൗണ്ട് തോമസിലാണ് ആലഞ്ചേരി പിതാവിൻ്റെ ആസ്ഥാനം, മേജർ ആർച്ച് ബിഷപ്പ്, സഭയുടെ തലവൻ. റോമായിലുള്ള ഒരു വിവരമുള്ളവരാണ്, അവരെ അറിയിക്കുക ആലഞ്ചേരി പിതാവിനെ തന്നെയാണ്, മൗണ്ട് തോമസിനെ തന്നെയാണ്. ഞങ്ങളാരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന് ദുരൂഹത. അതായത് ആലഞ്ചേരി പിതാവ് എങ്ങനെയോ ഒളിച്ചുണ്ടാക്കിയ ഒരു സംഗതിയാണത്രേ. നാണമില്ലേ നരികുളച്ച ഇങ്ങനെ ഇല്ലാത്ത കാര്യം ആരോപിക്കാൻ? ഒരു സഭാ തലവൻ, 24 സഭകളുള്ള ഒരു സഭ, കത്തോലിക്ക 24 വ്യക്തിഗത സഭകളുടെ ഒരു സഭയാണ് കത്തോലിക്ക സഭ. അതിൽ 2ാമത്തെ ഏറ്റവും വലിയ സഭയുടെ തലവനാണ് ആലഞ്ചേരി പിതാവ്. അദ്ദേഹം മാർപ്പാപ്പയുമായി എഴുത്തുകുത്തുകൾ നടത്തിയാൽ അത് അവിഹിതമാണോ? ഒളിച്ചു കടത്തലാണോ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ആ റോമിൽ നിന്ന് കത്ത് മൗണ്ട് തോമസിൽ തന്നെയല്ലേ വരേണ്ടത് തീരുമാനം? ഇങ്ങനെ ദുരൂഹത ഇല്ലാത്തിടത്ത് ദുരൂഹത ആരോപിച്ച് സംശയമില്ലാത്തത് സംശയത്തിൻ്റെ മുന ഇട്ട്, ഇതാണ് ഞാൻ പറഞ്ഞത് വിഷപ്പല്ല്, നരികുളത്തിൻ്റെ വിഷപ്പല്ല്, വിഷമുള്ള്, സർപ്പവിഷത്തേക്കാൾ കൊടിയ വിഷം. 4ാമത്തെ കാര്യം, ഈ നരികുളച്ചൻ പറയുന്ന 4ാമത്തെ കാര്യം, അങ്ങനെ നമ്മൾ ഓഗസ്റ്റ് സിനഡ് കാത്തിരിക്കുമ്പോഴാണ്
ജൂലൈ 3-ാം തീയതി മാർപ്പാപ്പയുടെ ആദ്യത്തെ കത്ത് വരുന്നത്. റോം അംഗീകരിക്കുന്നു. സിനഡ് തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്നു. അപ്പോഴേക്കും മാർപ്പാപ്പ പറയാണ്, നിങ്ങളുടെ സിനഡിന്റെ തീരുമാനം അനുസരിച്ച് നടപ്പിലാക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അതെങ്ങനെയാണ് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നത്? അങ്ങനെ വലിയൊരു കുരുത്തക്കേട് അവിടെ വരുന്നുണ്ട്. ഇതാണ് ഈ ആലഞ്ചേരി പിതാവ് ഒരു കുരുത്തക്കേട് കാണിച്ചു എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? 2021 ഓഗസ്റ്റ് സിനഡിൽ തീരുമാനമെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അതിന് ഒരു മാസം മുമ്പ് ജൂലൈ 3-ാം തീയതി മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നു തീരുമാനം നടപ്പിലാക്കാൻ. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് 2021 ഓഗസ്റ്റ് മാസ സിനഡിൽ ഈ 50-50 ഫോർമുല നിശ്ചയിക്കാനല്ല, അത് നിശ്ചയിക്കാനല്ല തീരുമാനമായിരുന്നത്. മറിച്ച് റോമിൽ നിന്ന് അംഗീകാരം കിട്ടുന്ന തക്സ നടപ്പാക്കാനാണ്. റോമിൽ അംഗീകാരത്തിന് തക്സ കൊടുക്കാൻ തീരുമാനിച്ച് 2021 ഓഗസ്റ്റിലല്ല. നമ്മൾ കണ്ടു കഴിഞ്ഞു 1999 തീരുമാനം, 2009, 2013, 2014, 2015, 2017, 2019, 2020 ജനുവരി, 2020 ജൂലൈ. അങ്ങനെയാണ് നമ്മൾ സമർപ്പിച്ചത്. 2020 ജൂലൈ മാസത്തിൽ സമർപ്പിച്ചു. അതിന്റെ അംഗീകാരമാണ് 2021 ജൂണിൽ വന്നത്, ജൂൺ 9-ാം തീയതി വന്നത്. അപ്പോൾ അംഗീകാരം കിട്ടിക്കഴിഞ്ഞ പിന്നെ മാർപ്പാപ്പ കത്തെഴുതണ്ടേ? ആഹ്വാനം ചെയ്തുകൊണ്ട് അത് തക്സിൽ പ്രിന്റ് ചെയ്യണ്ടേ? അക്കൊല്ലം നവംബർ മാസം 28-ാം തീയതിയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അപ്പൊ അതിനുമുമ്പ് ഈ രേഖകളെല്ലാം കൈ കിട്ടണ്ടേ? അപ്പൊ മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത് ജൂലൈ 3-ന് തന്നെയല്ലേ? അത് സുറിയാനി കൽതായ കത്തോലിക്കരായ ഞങ്ങൾക്ക് സീറോ മലബാർ സഭയ്ക്ക് ഈ ജൂലൈ 3 വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നരികുളച്ചന് ചിലപ്പോൾ അത് അറിയില്ല. സ്വതന്ത്ര സഭക്കാർക്ക് ചിലപ്പോൾ ജൂലൈ 3 പ്രധാനപ്പെട്ടതല്ല. സ്വതന്ത്ര സഭയിൽ വിശുദ്ധരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നരികുളത്തിന്റെ സ്വതന്ത്ര സഭയിൽ ചിലപ്പോൾ വിശുദ്ധന്മാർ ഓർക്കുന്നുണ്ടാവില്ല. ഞങ്ങൾ സുറിയാനി കൽതായ കത്തോലിക്ക സഭയിൽ ഈ ജൂലൈ 3 മാർ തോമസ് ലീഹായുടെ ദുഃഖാന തിരുനാളാണ്. നരികുളച്ചന് അത് അറിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ സുറിയാനി കൽതായ കത്തോലിക്കരാണ് ഞങ്ങൾ സീറോ മലബാർ സഭ. അതിന്റെ സഭാ സ്ഥാപകൻ എന്ന് പറഞ്ഞത് തോമസ് ലീഹ എന്ന് പറഞ്ഞ ഒരാളാണ്. ആ തോമസ് ലീഹ യേശുക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നു. നരികുളച്ചു യേശുക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നു. ദൈവമനുഷ്യനായ ആളാണ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് നേരിട്ടുള്ള ശിഷ്യനാണ് ഈ മാർ തോമസ് ലീഹ. ആ തോമസ് ലീഹ ഇന്ത്യയിൽ വന്നിട്ട് സ്ഥാപിച്ച സഭയാണ് സുറിയാനി കൽതായ കത്തോലിക്ക സഭ എന്ന് പറയുന്ന സീറോ മലബാർ സഭ. ആ സഭാസ്ഥാപന തിരുനാളാണ് ജൂലൈ 3. അതുകൊണ്ടാണ് മാർപ്പാപ്പ ജൂലൈ 3-ന് തന്നെ ഈ സുറിയാനി കൽതായ കത്തോലിക്ക സഭയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട ആഹ്വാനം നൽകിയത്. അത് പിന്നെ അച്ചടിച്ച് വരണമല്ലോ, തക്സിൽ അച്ചടിക്കണ്ടേ, ഇത് കിട്ടണ്ടേ? അപ്പോൾ ഈ ഇത്രയും വർഷങ്ങളിൽ ചർച്ച ചെയ്ത് തക്സ സമർപ്പിച്ചത് 2020 ജൂലൈ മാസത്തിലാണ്. തക്സ റോമിൽ സമർപ്പിച്ചത്. അത് അംഗീകരിച്ച് കിട്ടുക, അത് പരിശോധിച്ച് അംഗീകരിച്ച് റോം അംഗീകരിച്ച് തന്നതാണ് 2021 ജൂൺ 9. അത് അച്ഛൻ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് അച്ഛന് കുരുത്തക്കേട്, അതായത് ആലഞ്ചേരി പിതാവ് കുരുത്തക്കേട് ഒപ്പിച്ചു? അതായത് സൂത്രത്തിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ സിനഡിൽ ചർച്ച ചെയ്യാനിരിക്കെ ജൂൺ മാസത്തിൽ അംഗീകാരം കിട്ടുകയും ജൂലൈ മാസത്തിൽ മാർപ്പാപ്പയുടെ കത്ത് എങ്ങനെ ഒപ്പിച്ചെടുത്തു. ഇതാണ് ഈ കുരുത്തക്കേട് ഒപ്പിച്ചു എന്ന് ആലഞ്ചേരി പിതാവിനെ ആരോപിച്ചുകൊണ്ട്, ആലഞ്ചേരി പിതാവിന് തെറ്റ് ചെന്ന് ആരോപിച്ചുകൊണ്ട് നരികുളം പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ കല്ല് വെച്ച നുണ പറയാൻ അച്ഛന് സാധിക്കുന്നത്? ഈ കല്ല് വെച്ച നുണ പറയാൻ നരികുളച്ചന് സാധിക്കുന്നത് എങ്ങനെയാണ്? ഇത് ബോധത്തോടു കൂടി തന്നെയാണോ അച്ഛൻ പറയുന്നത്? മാത്രമല്ല ഇത് എഴുതി വെച്ചിരിക്കുകയാണല്ലോ, ഇപ്പോൾ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആനന്ദമുണ്ട് എനിക്ക്, വളരെ ആനന്ദമുണ്ട്. കാരണം ഇതുവരെ നിങ്ങൾ എന്താ പറയുക, അറിവില്ലായ്മ കൊണ്ട് ചെയ്യാന്നൊക്കെ ചിലപ്പോൾ വിചാരിച്ചിരുന്നു. ഇപ്പം നിങ്ങളത് എഴുതി വെക്കുമ്പോൾ അർത്ഥം എന്താണ്? നിങ്ങൾ ബോധപൂർവമാണ് പിശാചിൻ്റെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നത് എന്നാണ്. ഈ 2021 ഓഗസ്റ്റ് മാസം സിനഡിൽ എന്താ ചെയ്തെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മിനിഞ്ഞാന്ന് പറഞ്ഞു. അറിയാൻ വേണ്ടി ഒന്നുകൂടി പറയുകയാണ്. അതായത് ഈ 2020 ജൂലൈയിൽ സമർപ്പിച്ച തക്സയിൽ നമ്മൾ കൃത്യം റിച്വൽസ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതായത് വചനഭാഗം, വചന ശുശ്രൂഷ ജനാഭിമുഖമായും അനാഫറ ദൈവോന്മുഖമായും പിന്നെ ദിവ്യകാരനും കഴിഞ്ഞുള്ളത് ജനാഭിമുഖം ചൊല്ലണമെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. 99 എഴുതിയിരുന്നു, 99 മുതൽ എഴുതിയിരുന്നു. 2020 സമർപ്പിച്ച തക്സയിൽ എഴുതിയിരുന്നില്ല. അപ്പോൾ 1999 തീരുമാനം, മെത്രാമന തീരുമാനം, ആ തക്സയിൽ പ്രിന്റ് ചെയ്ത തീരുമാനം ഈ തക്സയിലും പ്രിന്റ് ചെയ്യണമെന്ന് റോമിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്ന് 2020 നവംബർ 9-ന്, അതായത് 2020 ജൂലൈയിലാണല്ലോ നമ്മൾ തക്സ സമർപ്പിച്ചത്. 2020 ജൂലൈയിലാണ് തക്സ സമർപ്പിച്ചത് റോമിൽ. അപ്പോൾ അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നവംബർ 2-ാം തീയതി ഒരു കത്ത് കിട്ടി.
പൗരത്യ തിരുസംഘത്തിൻ്റെ കാര്യാലയത്തിൽ നിന്ന് മെത്രാന്മാർക്ക് ഒരു കത്ത് കിട്ടി. എന്താണ് അതങ്ങനെ തന്നെ എഴുതണം, അതായത് വചനശുശ്രൂഷ ജനാഭിമുഖമായിട്ടാണെന്നും പിന്നെ നിങ്ങൾ മുമ്പ് എഴുതിയിട്ടുള്ളതാണ് 99 തീരുമാനം നമ്മൾ വായിച്ചു. ആ തീരുമാനം ഈ തക്സയിലും എഴുതണമെന്ന് റോമിൽ നിന്ന് നിർദ്ദേശം വന്നു നവംബറിൽ, 2020 നവംബറിൽ. 2021 ജൂൺ 9 തക്സ് അംഗീകരിച്ചുകൊണ്ട് കാര്യാലയം നൽകിയ കത്തിൽ അവർ തന്നെ അത് കുറിച്ചു. അതായത് ഈ അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞല്ലോ, പുസ്തകത്തിന് അംഗീകാരം നരികുളച്ചൻ പറഞ്ഞല്ലോ 2021 ജൂൺ 9 അതിൽ അവർ തന്നെ കുറിച്ചു. ആ കുറിച്ച കാര്യം അതിന് അംഗീകാരം കൊടുത്തു മെത്രാന്മാരുടെ സിനഡ് 2021 ഓഗസ്റ്റ് മാസത്തിലെ. അത് മാത്രമാണ് ചെയ്തത് ഈ 21. അല്ലാതെ 50-50 എന്ന് പറയുന്ന 50-50 ആ വാക്കിനോട് തന്നെ നമുക്ക് യോജിപ്പില്ല കേട്ടോ നരികുളച്ചു. അത് നിങ്ങളുണ്ടാക്കിയ ഒരു 50-50 സൗകര്യത്തിന് വേണ്ടി പറഞ്ഞൊരു വാക്കാണ്. സഭയുടെ ലിറ്റർജി എന്ന് പറയുന്നത് ഏകീകൃത കുർബാനയ്ക്ക് സൗകര്യത്തിന് വേണ്ടി പറയുന്ന വാക്കാണ് സഭയുടെ ഔദ്യോഗിക ലിറ്റർജി. അത് തക്സ് അംഗീകരിച്ച് കൊടുത്തത് മെത്രാന്മാർ ഒരുപാട് ചർച്ച ചെയ്ത് കൊടുത്തത് 2020 ജൂലൈയിലാണ്. അല്ലാണ്ട് 2021 ഓഗസ്റ്റ് മാസത്തിൽ 50-50 അന്തിമ തീരുമാനം എടുക്കാമെന്നല്ല തീരുമാനിച്ചിരുന്നത്. അതെല്ലാം മുമ്പ് ചർച്ച ചെയ്തതാണ്. ചുരുക്കത്തിൽ നരികുളച്ചൻ പറയുന്നത് മുഴുവൻ നുണയാണ്. ഇനി ഞാനൊരു കാര്യം ഇവിടെ നിന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, എല്ലാവരും അറിയാൻ വേണ്ടി. ഈ ഭരണയന്ത്രത്തെക്കുറിച്ചുള്ള നരികുളത്തിൻ്റെ അജ്ഞത എന്ന് ഞാൻ സൂചിപ്പിച്ചു, അല്ലെങ്കിൽ ന്യായമായ അധികാര സ്ഥാനങ്ങൾ അംഗീകരിക്കാനുള്ള വിമുഖത. കത്തോലിക്ക സഭ ഒരു ആത്മീയ പ്രസ്ഥാനമാണ്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവാണ് കത്തോലിക്ക സഭയുടെ ആത്മാവ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ സോൾ ഓഫ് ദ കാത്തലിക് ചർച്ച്. എന്നാൽ അതിന് ശരീരമുണ്ട്, ഒരു ഘടന, ഹൈറാർക്കി. ആ ഹൈറാർക്കിയിൽ തലവനാണ് മാർപ്പാപ്പ. ഇതിനകത്ത് 24 വ്യക്തിഗത സഭകളുണ്ട്. അതിലൊരു വ്യക്തിഗത സഭയാണ് സീറോ മലബാർ സഭ എന്ന സുറിയാനി കൽതായ കത്തോലിക്ക സഭ. സൂയി യൂരി സഭയായിട്ട് നമുക്ക് അതായത് സ്വയം ഭരണാവകാശമുള്ള സഭയായിട്ട് അതിനെ അംഗീകരിച്ചത് 1992 അങ്ങനെയാണ്. അപ്പോഴാണ് മെത്രാന്മാരുടെ സിനഡ് നിലവിൽ വന്നത്. അതുവരെ സീറോ മലബാർ ബിഷപ്പ് കോൺഫറൻസ് ആയിരുന്നു. ഈ സൂയി യൂരി സഭയായിട്ട് 1992 അംഗീകാരം തന്നെങ്കിലും സ്വയം ഭരണാവകാശ സഭയായി അംഗീകരിച്ചെങ്കിലും ലിറ്റർജി സംബന്ധിച്ച തീരുമാനമെടുക്കാനുള്ള അധികാരം റോം അപ്പോഴും റിസർവ് ചെയ്തു. കാരണം നമ്മൾ പക്വത പ്രാപിച്ചിട്ടുണ്ടായിരുന്നില്ല. 1998 ലിറ്റർജി സംബന്ധിച്ച തീരുമാനമെടുക്കാനുള്ള അധികാരവും നമുക്ക് കിട്ടിയത് 98. അപ്പോൾ 99 മെത്രാന്മാരുടെ സിനഡ് തീരുമാനമെടുത്തു. എന്താണ്? 1986 മാർപ്പാപ്പ ഒന്ന് ഉദ്ഘാടനം ചെയ്ത കുർബാന നമ്മൾ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അത് നടപ്പാക്കണം. നമ്മളിപ്പോൾ സ്വയം ഭരണ അവകാശമുള്ള സഭയാണ്. അങ്ങനെ 99 തീരുമാനമെടുത്തു. ഓരോ സഭയ്ക്കും തലവനായി പാത്രിയാർക്കീസോ മേജർ ആർച്ച് ബിഷപ്പോ ഉണ്ട്. മെത്രാന്മാരുടെ സിനഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർലമെന്റ് പോലെയോ നിയമസഭ പോലെയാണ്. അത് വല്ലപ്പോഴാണ് കൂടുന്നത്. ദൈനംദിന ഭരണയന്ത്രം നിയന്ത്രിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ ഓഫീസും അദ്ദേഹത്തെ സഹായിക്കാൻ പെർമനന്റ് സിനഡ് അംഗങ്ങളുമാണ്. പ്രധാനമായും മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ ഓഫീസും. ദൈനംദിന കാര്യങ്ങൾ നടത്തണ്ടേ, ഭരണം നിർവഹിക്കണം. എല്ലാ ദിവസവും നിയമസഭ വിളിച്ചു കൂട്ടാൻ പറ്റുമോ? എല്ലാ ദിവസവും മന്ത്രിസഭ കൂടാൻ പറ്റുമോ? എല്ലാ ദിവസവും പാർലമെന്റ് വിളിച്ചു കൂടാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ഇവിടെയും. പെർമനന്റ് സിനഡ് അംഗങ്ങൾ ഉണ്ട്, എങ്കിലും ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ കാര്യാലയവും തന്നെയാണ്. എഴുത്തുകുത്തുകൾ നടത്തുന്നതും മാർപ്പാപ്പയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്നതും പൗരത്വ കാര്യാലയത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെടുന്നതും എല്ലാം മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ ഓഫീസുമാണ്. അങ്ങനെ സീറോ മലബാർ സഭ എന്ന സുറിയാനി കൽതായ കത്തോലിക്ക സഭയുടെ തലവനായിരുന്ന ആലഞ്ചേരി പിതാവ് മാർപ്പാപ്പയ്ക്ക് കത്ത് എഴുതുന്നതോ അദ്ദേഹത്തിന്റെ ഒരു കത്ത് സമ്പാദിക്കുന്നതോ അവിഹിത ബന്ധമാണോ? ഇതൊന്ന് കുരുത്തക്കേട് എന്ന് പറയുന്ന അവിഹിത ബന്ധം എന്ന് പറയണേ നരികുളച്ചോ. ആലഞ്ചേരി പിതാവ് സഭയുടെ തലവനായിരുന്നില്ലേ, സീറോ മലബാർ സഭയുടെ. അപ്പൊ അദ്ദേഹമല്ലേ മാർപ്പാപ്പയ്ക്ക് കത്ത് എഴുതേണ്ടത്? അദ്ദേഹമല്ലേ കുർബാന തക്സ് സമർപ്പിക്കേണ്ടത്? അദ്ദേഹമല്ലേ മാർപ്പാപ്പയുടെ ആഹ്വാനം എഴുതി വാങ്ങിക്കേണ്ടത്? അതിനകത്ത് കുരുത്തക്കേടുണ്ടെന്നും അവിഹിതമുണ്ടെന്നും നരികുളത്തിന് ആരോപിക്കാൻ ഒരു ഉളുപ്പുമില്ലേ? പിന്നെ നരികുളം അച്ഛന് കാര്യം അറിയാം, മറ്റുള്ളവർക്ക് അറിയുമെന്ന് അറിഞ്ഞുകൂടാ. മാർപ്പാപ്പി നേരിട്ടങ്ങ് പോയി ബന്ധപ്പെടാനും കഴിയില്ല. അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്, നടപടിക്രമമുണ്ട്. അത് പാലിച്ച് ഔദ്യോഗികമായി മാർപ്പാപ്പയിൽ നിന്ന് കത്ത് സമ്പാദിക്കുന്നത് നല്ല കാര്യമല്ലേ? സഭാ നേതാവായിരുന്ന ആലഞ്ചേരി പിതാവ് തന്നെയല്ലേ അത് ചെയ്യേണ്ടിയിരുന്നത്? അതല്ലേ അദ്ദേഹം ചെയ്തത്? അതിന്റെ ഹ്രസ്വ ചരിത്രമല്ലേ തക്സയിലൂടെ നാം അറിയിച്ചിരിക്കുന്നത് രേഖാമൂലം.
അതിലൊക്കെ തെറ്റണമെങ്കിൽ കോടതി പോകണം. അല്ലാതെ മീഡിയത്തിൽ വന്നിരുന്ന മീഡിയയിൽ വന്നിരുന്ന നുണ തന്നെ തള്ളരുത്. നരികുളച്ചു അതൊന്നല്ല പ്രശ്നം. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റം, അതാണ് പ്രശ്നം. ആലഞ്ചേരി പിതാവിനെ മോഷൻ നരികുളമോ വിമത വൈദികരോ സഭയുടെ തലവനായി അംഗീകരിക്കുന്നില്ല. അതിലൂടെ സീറോ മലബാർ സഭയുടെ മെത്രാന്മാരുടെ തീരുമാനത്തെ അവർ നിരാകരിക്കുന്നു. ആലഞ്ചേരി പിതാവ് ഒരു ദിവസം സുപ്രഭാതത്തിൽ വന്ന കസേരയിലിരുന്നതല്ല. സീറോ മലബാർ സഭയുടെ മെത്രാന്മാർ തീരുമാനിച്ചതും മാർപ്പാപ്പ നിയമിച്ചതുമാണ്. ആ മെത്രാന്മാരുടെ തീരുമാനത്തെയും മാർപ്പാപ്പയുടെ നിയമനത്തെയുമാണ് നരികുളമച്ചനും മുണ്ടാടനച്ചനും വിമത വൈദികരും അംഗീകരിക്കാത്തത്. അതുകൊണ്ട് തന്നെ നരികുളമച്ചൻ കത്തോലിക്കനാണോ എന്ന് സംശയമുണ്ട് എനിക്ക്. നരികുളമച്ചൻ കത്തോലിക്കനാണോ എന്ന് സംശയമുണ്ട്. കാരണം സീറോ മലബാർ സഭയുടെ മെത്രാന്മാരുടെ തീരുമാനവും മാർപ്പാപ്പയുടെ നിയമനവും ഒക്കെ അംഗീകരിക്കാത്ത ഒരാള് എങ്ങനെ കത്തോലിക്കനായിട്ടിരിക്കും? ഈ കാരണം കൊണ്ട് തന്നെയാണ് അവർ കുർബാനയിൽ ഇവരുടെ പേരുകളൊന്നും പറയാത്തത്. ഈ ശ്ലൈഹിക പിന്തുടർച്ചയിൽ യേശുക്രിസ്തുവിൽ നിന്ന് അപ്പസ്തോലന്മാരിലൂടെ മെത്രാന്മാരിലൂടെ വന്ന ആ ശ്ലൈഹിക പിന്തുടർച്ചയിലാണ് നമുക്ക് കുർബാന ലഭിച്ചത്. മാർപ്പാപ്പയുടെയും മെത്രാന്മാരുടെയും മേജർ ആർച്ച് പേര് പറയാതിരിക്കുമ്പോൾ നിങ്ങൾ ആ ശ്ലൈഹിക പിന്തുടർച്ചയാണ് നിരാകരിക്കുന്നത്. ആ കൗദാശിക പിന്തുടർച്ചയാണ് നിരാകരിക്കുന്നത്. ശ്ലൈഹിക പിന്തുടർച്ച നിരാകരിക്കുന്നവർ കത്തോലിക്കരല്ല. കൗദാശിക പിന്തുടർച്ച നിരാകരിക്കുന്നവർ, നിഷേധിക്കുന്നവർ കത്തോലിക്കരല്ല. നരികുളമച്ചൻ കത്തോലിക്കനല്ല. നരികുളച്ചൻ കത്തോലിക്കനല്ല. കത്തോലിക്കർ ആരും അദ്ദേഹത്തെ വിശ്വസിക്കരുത്. വീണ്ടും നരികുളച്ചൻ്റെ വാക്കുകളിലേക്ക് ആലോചിച്ച് നോക്കൂ. 20 സംവത്സരങ്ങൾക്ക് മുമ്പ് മറ്റ് മെത്രാന്മാർ, ഏതൊക്കെയോ മെത്രാന്മാർ എടുത്ത തീരുമാനം, ഇതിനെപ്പറ്റി അറിയാത്ത അല്ലെങ്കിൽ കേട്ടിട്ട് മാത്രമുള്ള മെത്രാന്മാർ, ഇതിൽ യാതൊരു പങ്കുമില്ലാതിരുന്ന മെത്രാന്മാർ ഒരുമിച്ച് പഴയ തീരുമാനം ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുക. ചർച്ച ചെയ്യാതെ ആലോചിച്ച് നോക്കണം. ഒരു ഓൺലൈൻ സിനഡിൽ തീരുമാനിക്കുക. ഈ പ്രസ്ഥാനം മുഴുവൻ തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും. ഞാനിത് ആവർത്തിക്കണം, മൂന്നാമത്തെ വട്ടം ആവർത്തിക്കണോ? 99, 2013, 2014, 2017, 2020, ഇങ്ങനെ 2019, 2020 2 പ്രാവശ്യം, ഇത്രയും പ്രാവശ്യം ചർച്ച ചെയ്ത കാര്യത്തെയാണ് വളരെ തെറ്റായ രീതിയിൽ നരികുളച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. 20 വത്സരങ്ങൾക്ക് മുമ്പ് 99 ഏതോ മെത്രാന്മാർ കേട്ടുകേൾവിയുള്ള തീരുമാനം ഇപ്പോഴത്തെ മെത്രാന്മാർ ചർച്ച ചെയ്യാതെ തീരുമാനിച്ചു അത്രേ. മെത്രാന്മാർക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ നരികുളച്ചനെ വിളിച്ച് വിശദീകരണം ചോദിക്കുകയും നാളെ പുറത്താക്കുകയും വേണം കത്തോലിക്ക സഭയിൽ നിന്ന്. നിങ്ങൾ ഇത്രമാത്രം ചർച്ച ചെയ്ത് തീരുമാനിച്ച തീരുമാനത്തെയാണ് പരസ്യമായി വെല്ലുവിളിച്ച് കത്തോലിക്ക സഭയ്ക്ക് മൊത്തത്തിലും സീറോ മലബാർ സഭയ്ക്ക് പ്രത്യേകമായും നാണക്കേട്, നുണകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വെച്ച് കെട്ടി സഭയെ മുഴുവൻ നാട്ടിക്കുന്നത്. സീറോ മലബാർ സഭയ്ക്ക് ഏതെങ്കിലും ഒരു കാനനിൽ ഉണ്ടെങ്കിൽ, മെത്രാന്മാർക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ നാളെ തന്നെ വിശദീകരണം ചോദിക്കണം. ഇതൊരു കത്തോലിക്കന് ചേർന്ന സംഗതിയാണോ? കത്തോലിക്ക സഭയുടെ ഭരണ സംവിധാനത്തിന് ചേർന്ന രീതിയാണോ? വീണ്ടും നരികുളച്ചൻ 5ാമത്തെ കാര്യം പറയാണ്. 99 പാളിപ്പോയൊരു തീരുമാനം, നടപ്പിലാക്കാൻ സാധിക്കാതെ പോയൊരു തീരുമാനം 20 വത്സരങ്ങൾക്ക് ശേഷം മാർപ്പാപ്പയുടെ കത്തിന്റെ വെളിച്ചത്തിൽ ചർച്ച കൂടാതെ ഓൺലൈൻ സിനഡിൽ വെച്ച് പാസാക്കി എടുക്കുക. മോൺസിഞ്ഞോർ നരികുളം, മോൺസിഞ്ഞോർ വിളിക്കണമെന്ന് അറിഞ്ഞൂടെ, കത്തോലിക്കനല്ലെന്ന് ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പരസ്യമായി പ്രഖ്യാപിച്ചതും പ്രസ്താവിച്ചതും ഒക്കെ ഒരു പുസ്തക രൂപത്തിൽ പ്രസാദനം ചെയ്തത് വളരെ നന്നായി. കാരണം 2021 തീരുമാനം വന്നപ്പോൾ കോവിഡിനെ വകവയ്ക്കാതെ വൈദികർ ലോഹ്യം മടക്കി കുത്തി തെരുവിലിറങ്ങി, അങ്ങനെ കത്തോലിക്ക സഭയ്ക്ക് പോലും പരിചിതമില്ലാത്ത അക്രമ മാർഗങ്ങളിലൂടെ കോവിഡിനെ വകവയ്ക്കാതെ തെരുവിലിറങ്ങി ലോഹയ്ക്ക് മടക്കിക്കുത്തി. അത് ആരുടെ പ്രേരണയാലാണ് എന്ന് ഞങ്ങൾക്ക് ഊഹമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉറപ്പായി അങ്ങാണ് അതിൻ്റെ പുറകിൽ. അവരിൽ വിഷം കുത്തിവെച്ചത് അങ്ങാണ്. കാരണം അങ്ങ് തന്നെ പറയാണ്, 20 വർഷങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കാൻ പറ്റാതെ പോയ തീരുമാനം മെത്രാന്മാർ അറിവില്ലാതെ സൂത്രത്തിൽ ചർച്ച കൂടാതെ ഓൺലൈൻ സിനഡിൽ വെച്ച് പാസ്സാക്കിയെടുക്കുക എന്ന്. എനിക്കറിയില്ലായിരുന്നത് ആരാണ് ഈ ക്യാപ്സൂൾ മാറ്റി വരുന്നത് എൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റുകൾ ഇടാൻ. അങ്ങാണ് എഴുതി കൊടുത്തതെന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. അങ്ങാണ് ഇതിൻ്റെ പുറകിലെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. നന്നായി ഈ പുസ്തകം എഴുതിയതും ഈ വീഡിയോയിൽ വന്ന് പറഞ്ഞതും. ഇത്രമാത്രം ചർച്ച ചെയ്ത കാര്യം പോട്ടെ, അതൊക്കെ തമസ്കരിക്കുക. മാർപ്പാപ്പയുടെ കത്തിൻ്റെ വെളിച്ചത്തിൽ തീരുമാനമെടുത്തില്ലേ, ഇനി മാർപ്പാപ്പ ഏതായാലും കത്ത് വന്നു, അത് നമുക്ക് തീരുമാനം നടപ്പാക്കുക എന്നല്ലേ സാമാന്യ ബോധമുള്ളവർ ചെയ്യാം.
നടപടിക്രമങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ നടപടിക്രമം തെറ്റിച്ചെന്ന ഒരു അങ്ങനെ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല, ഇല്ലെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇനി വാദത്തിന് വേണ്ടി അംഗീകരിക്കുക തെറ്റ് സംഭവിച്ചു. അതിന് പ്രൊപ്പോർഷനായിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു നിങ്ങൾ എറണാകുളത്ത് ചെയ്തത്? ആണോ? എന്തു വലിയ നുണയാണ് ഈ നരികുളച്ച ഈ പ്രസ്താവന. ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി തീർത്തും നുണയായ കാര്യം സത്യമായി അവതരിപ്പിക്കുന്ന പൈശാചിക തന്ത്രമല്ലേ അങ്ങ് ചെയ്യുന്നത്? 99 തീരുമാനം, 2009, 2013, 2014, 2015, 2017, 2019, 2020 2 പ്രാവശ്യം, ഇത്ര പ്രാവശ്യം ചർച്ച ചെയ്ത് 2020 ജൂലൈയിൽ റോമയിൽ സമർപ്പിച്ച ആ മെത്രാന്മാരുടെ തീരുമാനപ്രകാരമുള്ള തക്സ, അതിനെയാണ് അങ്ങ് പറയുന്നത് ഒരു ഓൺലൈൻ സിനഡിൽ 2021 ചർച്ച ചെയ്യാതെ മെത്രാന്മാർ അറിയാതെ ആലഞ്ചേരി പിതാവ് സൂത്രത്തിൽ ഒപ്പിച്ചെടുത്തു എന്ന് പറയാൻ അങ്ങേക്ക് ഉളുപ്പ് തോന്നുന്നില്ലേ? ഈ നാക്ക് മനസ്സും നാക്കും പിശാചിന് വിട്ടുകൊടുത്തോ നരികുളച്ചോ? ഇത്രമാത്രം വേദികളിൽ ഇത്രമാത്രം പ്രാവശ്യം മെത്രാന്മാരുടെ സിനഡിൽ ചർച്ച ചെയ്ത സംഗതിയാണ് നരികുളച്ചൻ നിഷേധിക്കുന്നത്. കല്ല് വെച്ച നുണയാണ് നരികുളച്ചൻ പറയുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇത് നുണകളുടെ നാടുവഴികളാണ്. ഒത്തുതീർപ്പിൽ ഉതപ്പുകൾ എന്ന പുസ്തകം നുണകളുടെ നാൾവഴികളാണ്. ഇനി ഞാൻ ഒരു 6ാമത്തെ കാര്യം പറയാം. ഇങ്ങനെയുള്ള സത്യങ്ങൾ എങ്ങനെ, ഇപ്പോൾ നരികുളച്ചൻ പറയുന്നത് ആലഞ്ചേരി പിതാവ് സൂത്രത്തിൽ ഒരു കുരുത്തക്കേട് കാണിച്ച് സംഘടിപ്പിച്ചു, അത് മുഴുവൻ നുണയാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള സത്യങ്ങൾ, അതായത് നരികുളച്ചൻ പറയുന്ന തരത്തിൽ സത്യങ്ങൾ 1, 2 അനേകം സത്യങ്ങൾ ഈ സിനഡിൽ നടന്ന കാര്യം ഈ പുസ്തകത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ്? ലക്ഷ്യം ഇതാണ്, നമ്മൾ സത്യം അറിയണം. അറിയുക മാത്രമല്ല, സത്യം ജീവിക്കാനെ പഠിക്കുകയും വേണം. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ നാം തയ്യാറാകണം. 50-50 ഫോർമലി എതിർക്കുന്ന ആളല്ല ഞാൻ. സത്യം പറഞ്ഞാൽ എതിർക്കുന്ന ആളല്ല ഞാൻ. സത്യം പറഞ്ഞാൽ നരികുളച്ചൻ്റെ വാക്കുകളാണ്. കാരണം ആ രീതിയിൽ 15 വർഷത്തോളം കുർബാന ചൊല്ലിയ ആളാണ് ഞാൻ. അതല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം നമ്മൾ മനസാക്ഷിയോട് കൂറ് പുലർത്തണം, സത്യത്തോട് കൂറ് പുലർത്തണം. നിങ്ങൾ ആ വീഡിയോ ഇതിലൊന്ന് കണ്ടോളോ. അതിൻ്റെ ആമുഖത്തിൽ ഈ പറഞ്ഞ സംഗതി ഞാൻ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആമുഖത്തിലേക്ക് ഇന്ന് പോകുകയാണ്. ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എൻ്റെ അറിവിൽ, നരികുളച്ചൻ്റെ അറിവിൽ 10-20-25 ഗ്രൂപ്പുകളിൽ ഓരോ ദിവസവും നടന്നതും നടക്കാത്തതും സത്യവും അസത്യവുമായിട്ടുള്ള ഓരോന്നും ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി, എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ, ഊഹാപോഹങ്ങളുടെ വെളിച്ചത്തിലല്ല, രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ രേഖകൾ പരിശോധിക്കുകയും ഞാൻ പറഞ്ഞ രേഖകളൊന്നും പരിശോധിച്ചിട്ടില്ല കേട്ടോ. എഴുതി പ്രസിദ്ധപ്പെടുത്തിയ രേഖകളൊന്നും പരിശോധിച്ചിട്ടില്ല. പിന്നെ ഏത് രേഖ പരിശോധിച്ചെന്ന് എനിക്കറിയില്ല. രേഖകൾ പരിശോധിക്കുകയും ആ രേഖകൾ കണ്ട കാര്യങ്ങൾ കൃത്യമായി കണ്ടത് പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും എന്നെ നോട്ടപ്രശ്നം കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും തിരുത്താൻ തയ്യാറാണ്. ഞാൻ മനഃപൂർവ്വം ഇതിനകത്ത് ഒരു നുണയും ഇടാൻ ആഗ്രഹിച്ചിട്ടില്ല, ഒരു നുണയും എഴുതിയിട്ടില്ല. നുണയെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. എൻ്റെ ആഗ്രഹം ഇതാണ്, സത്യം വിളിച്ച് പറയുക. ഇതിൻ്റെ മുഖപടി ഞാൻ പറയുന്നുണ്ട്, ഇന്ന് സത്യം വിളിച്ച് പറയുക എന്നത് വിപ്ലവ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. പാസ്റ്റർനാക്ക് എന്ന രചയിതാവ് പറയുന്നുണ്ട്, എല്ലാ തലമുറകളിലും എല്ലാ യുഗങ്ങളിലും സത്യം പറഞ്ഞ കുറേ വിഡ്ഢികൾ ഉണ്ടായിരിക്കുമെന്ന്. എനിക്കറിയാം, ഒത്തിരി വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്താൻ സാധ്യതയുള്ള പുസ്തകമാണ്. ആ നിലയ്ക്ക് ഞാനൊരു വിഡ്ഢിയാണെന്ന് ആർക്കെങ്കിലും തോന്നിയേക്കാം. ഇതൊക്കെ പറഞ്ഞ് തെറി വാങ്ങിക്കേണ്ട കാര്യമുണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചേക്കാം. എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായാലും സത്യം പറയേണ്ട ഒരു ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നി. അതിലെന്തെങ്കിലും അസത്യപ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഞാൻ തിരുത്താൻ തയ്യാറാണ്. സത്യം നമ്മൾ അറിയണം. ഈ സിനഡിൽ എന്ന് പറഞ്ഞിങ്ങനെ പോവുകയാണ്. ഇതിൽ നിങ്ങളിതൊന്നും കേട്ടു വയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഒരു അക്ഷരം പോലും ഞാൻ കൂട്ടിച്ചേർത്തിട്ടില്ല. എത്ര പ്രാവശ്യമാണ് ഇതിൽ നുണയില്ല, ഇതിൽ നുണകളില്ല, അസത്യമില്ല, ഞാൻ സത്യമേ പറയൂ, ഇതിൽ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എത്ര പ്രാവശ്യം പറയണേ? എൻ്റെ തലയിൽ കോഴിപ്പപ്പില്ല, എൻ്റെ തലയിൽ കോഴിപ്പപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണമെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? കോഴിപ്പപ്പുമായിട്ട് അവൻ എന്തോ ബന്ധമുണ്ട്. ഇതിൽ ഞാൻ നുണ പറഞ്ഞിട്ടില്ല, ഇതിൽ ഞാൻ അസത്യം പറഞ്ഞിട്ടില്ല, അനേക പ്രാവശ്യം പറയണേ. അപ്പോൾ 2-3 പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഇതിൽ നുണ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നുണകൾ പറയുന്ന ആളാണ്. ഇതിൽ പക്ഷെ നുണ പറഞ്ഞിട്ടില്ലെന്ന എൻ്റെ ബോധ്യം. അങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ്? നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ നുണയും ചില കാര്യങ്ങൾ സത്യവുമാണെങ്കിൽ അല്ലേ ഇത് സത്യമാണ് ഇത് നുണയല്ല എന്നൊക്കെ പറയേണ്ടി വരണേ? നമ്മൾ പറയുന്ന എല്ലാ കാര്യം സത്യമാണെങ്കിൽ ഞാൻ നുണ പറയില്ല, നുണ പറയേണ്ട എന്ന കാര്യമില്ലെന്ന് പറയേണ്ട കാര്യമുണ്ടോ?
നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ സത്യവും ചില കാര്യങ്ങൾ നുണയാണെങ്കിലാണ് പറയേണ്ടത് ഇത് സത്യമാണ് ഇത് നുണയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് സത്യമാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം അതിനകത്ത് ഒരുപാട് നുണകളുണ്ടെന്നാണ്. കാരണം സത്യം പറയുന്ന ആള് ഞാൻ സത്യം പറയുന്നത് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാ സത്യം എല്ലാവരോടും വിളിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ പറയുന്നതൊക്കെ സത്യമായിരിക്കണം. അങ്ങനെ നിലപാടാണ് ഉള്ളതെങ്കിൽ അച്ഛൻ എങ്ങനെ ഒരു എത്ര പ്രാവശ്യം 5-8 പ്രാവശ്യമാണ് ഇത് നുണയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണു. നുണയല്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നതിന് കാരണം ഉള്ളിലെ മനസാക്ഷി കുത്താണ്. നുണയാണ്. എന്നാലും എനിക്കൊരു നിഗൂഢ അജണ്ടയുണ്ട്. അത് നിവൃത്തിയാക്കാൻ ഞാൻ നുണയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് പിശാചിൻ്റെ തട്ടിപ്പ്. ആ പിശാചിൻ്റെ തട്ടിപ്പിലാണ് നരികുളച്ച് വീണിരിക്കുന്നത്. അച്ഛൻ്റെ പുസ്തകത്തെ വിമർശിക്കുന്നതല്ല ഞാൻ. വിമർശിക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് അച്ഛനോട് വല്ല വൈരാഗ്യമുണ്ടോ? ഞാൻ അച്ഛനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് എനിക്ക് അച്ഛനോട് വിഷമമുണ്ടോ? ഒന്നുമില്ല. പക്ഷേ സീറോ മലബാർ സഭ എന്ന സുറിയാനി കത്തോലിക്ക സഭയെ നശിപ്പിക്കാൻ അച്ഛൻ ഇറങ്ങിത്തിരിച്ചാൽ എൻ്റെ രക്തം തിളയ്ക്കുക മാത്രമല്ല, ഞാൻ കർത്താവിന് മുമ്പിൽ ഉത്തരവാദിയാണ് അച്ഛൻ പറയുന്ന നുണകളെ പൊളിച്ചടക്കാൻ. അതിന് കർത്താവിനെ നിയമിച്ചിരിക്കുക. അച്ഛനോട് വ്യക്തിപരമായിട്ടോ എന്തെങ്കിലും വൈരാഗ്യം എനിക്കുണ്ടോ? അച്ഛൻ എനിക്ക് വല്ല ദോഷം ചെയ്തിട്ടുണ്ടോ? ഇല്ല. സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയെ, അതിൻ്റെ മെത്രാന്മാരെ, അതിൻ്റെ തലവനായ മേജർ ആർച്ച് ബിഷപ്പിനെ, പിന്നെ ഏറ്റവും വലിയ തലവനായ മാർപ്പാപ്പ, അതിനപ്പുറത്ത് കർത്താവ്, ഇവരെയൊക്കെ മോശമായി ചിത്രീകരിച്ചാൽ കയ്യും കെട്ടിയിരിക്കാൻ പറ്റില്ല ഒരു കത്തോലിക്കനും. പ്രത്യേകിച്ച് അതിന് നിയമിക്കപ്പെട്ട ആളാണ് ഞാൻ. ആര് നിയമിച്ചു? കർത്താവ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് അച്ഛൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള വിമർശനമല്ല. പുസ്തകം കണ്ടിട്ടില്ലല്ലോ, പുസ്തകം വായിക്കാൻ പോണല്ലേ ഉള്ളൂ. വായിച്ചിട്ട് ബാക്കി കാര്യം ഞാൻ പിന്നെ പറയാം. വിമർശനമല്ല, നുണയാണ് അച്ഛൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ലോകത്തോട് വിളിച്ച് പറയേണ്ടതുണ്ട്. കാരണം ഈ പാവപ്പെട്ട വിശ്വാസികൾ അച്ഛൻ്റെ ഈ വാചകടി കേട്ട് അച്ഛൻ പറയുന്നതാണ് സത്യമെന്ന് വിചാരിച്ച് നുണകൾ സത്യമായി വിശ്വസിച്ച് പോകാൻ സാധ്യതയുണ്ട്. അത് തടയുക മാത്രമാണ് എനിക്ക് ലക്ഷ്യമുള്ളൂ. ഇനി ഞാൻ പറഞ്ഞതാണ് സത്യമെന്ന് തെളിയിക്കാൻ ഞാൻ രേഖകൾ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി. നിങ്ങളുടെ മുമ്പിൽ തന്നെ രേഖയുണ്ട്. നിങ്ങളുടെ പള്ളി പോയി അച്ഛൻ്റെ കയ്യിലുള്ള തക്സ എടുത്തിട്ട് 8-9 പേജുകൾ വായിച്ചാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. അത് മാത്രം കണ്ടാലും മതിയാകും ഈ നരികുളച്ചൻ പറയുന്നത് മുഴുവൻ നുണയാണ് എന്ന് തെളിയിക്കാൻ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ നുണയല്ല സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് ഒരു ചൊല്ലുണ്ട്, മുദ്രാവാക്യങ്ങൾക്ക് ശക്തി കൂടുമ്പോൾ അതിന് പുറകിലുള്ള സത്യത്തിന് ബലക്ഷയമുണ്ട്. നാളെ സൂര്യൻ ഉദിക്കും എന്ന് പറയേണ്ട കാര്യമില്ല. പതുക്കെ പറഞ്ഞാലും മതി. നാളെ സൂര്യൻ ഉദിക്കും എന്ന് പറയേണ്ട കാര്യമില്ല. ഈ നാളെ സൂര്യൻ ഉദിക്കും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അത് നടക്കും. എന്ന് വെച്ചാൽ അച്ഛനിങ്ങനെ ഒരുപാട് പ്രാവശ്യം നുണയല്ല എന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അച്ഛൻ പറയുന്ന സത്യമുണ്ടെങ്കിൽ അതിന് ബലക്കുറവുണ്ട്. സത്യത്തിൽ അച്ഛൻ സത്യം പറയുന്നില്ല. അവിടെ നിന്ന് വീഴുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് മൊത്തം ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി സീറോ മലബാർ സഭയിലെ മൊത്തം മെത്രാന്മാരെ നുണയന്മാരാണ് ഇല്ലേ എന്ന് സ്ഥാപിക്കാനുള്ള നിഗൂഢ താല്പര്യമാണ് അങ്ങയുടെ മനസ്സിലുള്ളത്. സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ മുഴുവൻ നുണയന്മാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വലിയ നിഗൂഢമായ അജണ്ടയുടെ ഭാഗമാണ് അച്ഛനെ ചെയ്യുന്നത്. പിന്നെ സത്യം എന്ന വാക്കുകൊണ്ട് നരികുളച്ചൻ ഉദ്ദേശിക്കുന്നത് വിമതരുടെ സത്യമെന്നാണ്. വിമതരുടെ സത്യം അത് നുണയാണെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മെ രേഖാമൂലം സത്യം അറിയിച്ചിരിക്കുന്ന ആളാണ് ഒന്ന് മാർപ്പാപ്പ, പിന്നെ ആലഞ്ചേരി പിതാവ്, പിന്നെ നമ്മുടെ സഭയുടെ മെത്രാന്മാർ. തീർച്ചയായിട്ടും നമ്മുടെ മെത്രാന്മാർക്ക് ചങ്കുറ്റക്കുറവുണ്ട്. അതായത് ഇങ്ങനൊരു പ്രശ്നം പരിഹരിച്ച് അവർക്ക് പരിചയമില്ലാത്തത് കൊണ്ടോ, ഇങ്ങനെ യുദ്ധം ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ടോ, കാനഡ നടപ്പാക്കാനുള്ള ആ ചങ്കുറ്റക്കുറവ് കൊണ്ടോ നമ്മുടെ മെത്രാന്മാർക്ക് കുറച്ച് ദൗർബല്യമുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മുടെ മെത്രാന്മാർ ഇത്രമാത്രം പ്രാവശ്യം ചർച്ച ചെയ്ത് തീരുമാനിച്ചൊരു കാര്യം അങ്ങനെ അല്ല എന്ന് നരികുളച്ചൻ പറയുമ്പോൾ നമ്മുടെ മെത്രാന്മാരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ്. മെത്രാന്മാർക്ക് വേണ്ടി സംസാരിക്കേണ്ടത്, അവർ ദൗർബല്യത്തിന് താങ്ങായി ബലം കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നരികുളച്ചൻ നുണ പറഞ്ഞ് നമ്മുടെ മെത്രാന്മാർ നുണയന്മാരാന്ന് പറയുമ്പോൾ ആ നരികുളത്തൻ്റെ നുണയെ പൊളിച്ചടക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ്. നരികുളത്തെ പോലെ അസത്യത്തെ സത്യമാക്കാൻ നമ്മുടെ മെത്രാന്മാർ ശ്രമിച്ചിട്ടില്ല. നുണയെ സത്യമായി അവതരിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. നരികുളമാണ് അത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മെത്രാന്മാർ രേഖാമൂലം ഒപ്പിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. ഏത് കോടതിയിലും വേണം ചോദ്യം ചെയ്യാം.
അതിനാൽ നരികുളം അച്ഛൻ്റെ പുസ്തകം നുണകളുടെ നാൾ വഴിയാണ് എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. 2, ഈ ഒത്തുതീർപ്പിന്റെ ഉതപ്പുകൾ എന്ന ആ പേര് നരികുളത്തിൻ്റെ ജീവിതത്തിന് സ്വഭാവത്തിന് ചേരുന്നതാണ്. 3, മാർപ്പാപ്പിയെയും സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെയും അംഗീകരിക്കാത്ത, ഇത്രമാത്രം ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത സംഗതി അംഗീകരിക്കാത്ത നരികുളച്ചൻ കത്തോലിക്കനാണോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നരികുളച്ചന് സാമാന്യബോധം ഉണ്ടാകാനും അദ്ദേഹം ബോധോദയത്തിലേക്ക് വരാനും എത്ര വലിയ തിന്മയിലാണ്, പൈശാചിക ബാധയിലാണ്, ബന്ധനത്തിലാണ് അദ്ദേഹം കിടക്കുന്നതെന്ന് തിരിച്ചറിയാനും അങ്ങനെ മാനസാന്തരപ്പെട്ട് നല്ലൊരു കുമ്പസാരം കഴിക്കാനും അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.